സിന്നേഴ്സ് സിനിമയിൽ മൈക്കിൾ ജോർദന് ഓസ്കാർ കൊടുത്തപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് വിജയിനെ പോലെ ഡബിൾ റോൾ ചെയ്തിട്ട് എന്തിനാ മൈക്കിൾ ജോർദന് ഓസ്കാർ കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും നമ്മുടെ വിജയ്ക്കല്ല ശരിക്കും പറഞ്ഞാൽ ഓസ്കാർ കൊടുക്കേണ്ടത്. കാരണം എല്ലാ സിനിമയിലും എപ്പോഴും അദ്ദേഹത്തിന് ഡബിൾ റോൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഒരു ചിന്ത വന്നത്, ഓസ്കാർ എപ്പോഴും കൊടുക്കുന്നത് ടാലന്റ് നോക്കിയിട്ട് തന്നെയാണ്, അതിലൊരു സംശയമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും കറുത്ത വർഗ്ഗക്കാരെ ശരിക്കും ഹോളിവുഡ് എപ്പോഴും ഒഴിവാക്കാറുണ്ട്. നല്ല അഭിനയത്തിന് ശരിക്കും പറഞ്ഞാൽ മൈക്കിൾ ജോർദന് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അത് വെളുത്ത വർഗ്ഗക്കാരന്റെ സിനിമ ചെയ്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. കറുത്ത വർഗ്ഗക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ട് മൈക്കിൾ ജോർദൻ സിനിമ ചെയ്ത് നോക്ക്, അത് കൊടുക്കില്ല, ഇതുവരെ കൊടുത്തിട്ടുമില്ല. അതുപോലെ ബെസ്റ്റ് ഡയറക്ടർ ഒരിക്കലും ഒരു കറുത്ത വർഗ്ഗക്കാരന് ഇതുവരെ അവർ കൊടുത്തിട്ടുമില്ല. പോൾ തോമസ് ആൻഡർസൺ മോശം സംവിധായകനാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നല്ല ഡയറക്ടേഴ്സ് എല്ലാം വെളുത്ത വർഗ്ഗക്കാരായി പോയി. അത് ഒരു പോരായ്മ തന്നെയാണോ? പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ BJP-കാർക്ക് മാത്രം കൊടുക്കണ പോലെ അല്ല അവര് ശരിക്കും പറഞ്ഞാൽ ഓസ്കാർ കൊടുക്കുന്നത് അക്കാഡമി മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് ആണ്. ഇവിടെ ആയിരക്കണക്കിന് ഫിലിം മേക്കേഴ്സ്, ആക്ടേഴ്സ്, ടെക്നീഷ്യന്മാര് എല്ലാവരും വോട്ട് ചെയ്യാറുണ്ട്. അതായത് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഓസ്കാർ കൊടുക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത് സിന്നേഴ്സിന് തന്നെയാണ്. അതായത് ഹോളിവുഡ് സിനിമ ഉണ്ടാക്കാൻ അതിൽ എങ്ങനെ പോയാലും ഒരു 1000 ടെക്നീഷ്യൻ എങ്ങനെ പോയാലും ഉണ്ടാവും. G.I. Joe എന്ന സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ ടെക്നീഷ്യന്മാരുണ്ടായിരിക്കണം. ആ സിനിമയ്ക്ക് അന്ന് 8000 ടെക്നീഷ്യന്മാരെന്തോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ VFX-ന് അന്നത്തെ കാലത്ത് ഓസ്കാറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും ടെക്നീഷ്യൻസ് അത് വോട്ട് ചെയ്തതും കൊണ്ടാണ്. ആ ഒരു വോട്ടിംഗ് രീതിയിൽ തന്നെയാണ് ഇവിടെ സിനിമയ്ക്ക് ഓസ്കാർ കൊടുക്കുന്നത്. അല്ലാണ്ട് BJP-യിലെ മന്ത്രിമാര് തീരുമാനിക്കുന്ന സിനിമയ്ക്കല്ല വോട്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഓസ്കാർ ഒരു കണ്ടസ്റ്റ് അല്ല, സിനിമ ക്രാഫ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും മൈക്കിൾ ജോർദന്റെ സിന്നർ സിനിമയിലെ അഭിനയത്തിലേക്ക് വരാം. വിജയ് എപ്പോഴും ചെയ്യണ പോലെ ഡ്യുവൽ റോൾ തന്നെ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഏട്ടൻ, അനിയൻ, അച്ഛൻ, മകൻ അങ്ങനെയുള്ള പോലെ ഇതിലെ ട്വിൻ ബ്രദർ എന്ന രീതിയിലാണ് അദ്ദേഹം ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്. ട്വിൻ ക്യാരക്ടർ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതൊരു ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിലോ, രണ്ട് വ്യക്തിത്വങ്ങളാണെങ്കിലോ അത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ ഷെർലക് ഹോംസ് പോലെ നല്ല കാമാണ്, കാൽക്കുലേറ്റീവ് ആണ്, അഗ്രസീവ് അല്ലാത്തവനാണ്, നല്ല ബുദ്ധിയോടെ ചിന്തിക്കുന്നവനാണ്. എന്നാൽ മറ്റേ ആളോ വളരെ ഇമോഷണൽ ആണ്, എടുത്തു ചാടി പലതും ചെയ്യുന്നവനാണ്, എന്നാൽ ധൈര്യവും കൂടുതലാണ്. അവിടെ ബോഡി ലാംഗ്വേജ്, നടപ്പ്, ഗസ്റ്റേഴ്സ് എല്ലാം തന്നെ മാറണം. എന്നാൽ സാധാരണക്കാരന് ഈ സിനിമ കാണുമ്പോൾ ഇതിലെന്താ ഇപ്പോൾ ഓസ്കാർ കൊടുക്കാനുള്ള കാരണം എന്ന് പലപ്പോഴും എല്ലാവരും ചിന്തിക്കാറുണ്ട്. പല ഓസ്കാർ സിനിമയും നമുക്ക് സാധാരണക്കാർക്ക് യുക്തിക്ക് നിരക്കാത്ത സിനിമയാവാറുമുണ്ട്. ഇവിടെ 2 ക്യാരക്ടേഴ്സിലും വോയിസ് ടോൺ അടക്കം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഓഡിയൻസിന് സബ്കോൺഷ്യസ്ലി ഇത് 2 ക്യാരക്ടേഴ്സ് തന്നെയാണെന്ന് പെട്ടെന്ന് തന്നെ ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നുമുണ്ട്. ഗൾട്ട്, ആംഗിൾ, റിഡംഷൻ ഇതെല്ലാം ശരിക്കും റോ ആയിട്ടാണ് സിന്നേഴ്സിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ഹൊറർ ആണെങ്കിലും ഒരു കൗബോയ് സെറ്റപ്പിലാണ് ഈ സിനിമ കഥ പറഞ്ഞിരിക്കുന്നത്. ഒരു കൗബോയ് ഫീലിങ്സ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ വളരെ വിരളമാണ്. വിജയനെ പോലെ തന്നെ വലിയ കഥയിൽ പുതുമയൊന്നും മൈക്കിൾ ജോർദൻ തന്റെ സിനിമകളിൽ കൊണ്ടുവരാറില്ല. മിക്ക സിനിമയും ബോക്സിംഗ് സിനിമകളായിരിക്കും, അതിലൊരു ഇമോഷണൽ ഡെപ്ത് ഉണ്ടാവും, ക്ലൈമാക്സിൽ മൈക്കിൾ ജോർദൻ ജയിക്കും. ഇങ്ങനെ ഒരു കഥ തന്നെയായിരിക്കും എപ്പോഴും മൈക്കിൾ ജോർദന്റെ സിനിമയിലും ഉണ്ടാവും. വിജയന്റെ സിനിമയിൽ എപ്പോഴും ഡാൻസ് ഫൈറ്റ് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ. അതിൽ നിന്നും ഒട്ടും വ്യത്യാസം വരാതെ തന്നെയാണ് അദ്ദേഹം ഈ ഓസ്കാർ വാങ്ങിച്ചെടുത്തത്. എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ട് ഹൊററും ഉണ്ടായിരുന്നു, അഭിനയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അവിടെയാണ് പോൾ തോമസ് ആൻഡർസന്റെ സംവിധാനം മികവിൽ അദ്ദേഹം എല്ലാം മാറ്റിയത്. ക്ലീശ സിനിമയാണ്. അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് ഫാൻറ്റം ത്രെഡ് തന്നെയാണ്. അതുമാത്രമല്ല ബൂഗി നൈറ്റ്സും എനിക്കിഷ്ടമാണ്. ഇത് കുറച്ച് പഴയ പടമാണ്, അതൊരു കോമഡി ഹൊറർ എന്ന ഒരു സാധാ കൊമേഴ്ഷ്യൽ സിനിമയും കൂടിയാണ്. ഈ എല്ലാ സിനിമയിലും പോൾ തോമസ് ആൻഡർസൺ തൻ്റെ പൊളിറ്റിക്സ്, ഒരു ഇൻഡെപ്ത് പൊളിറ്റിക്സ് എല്ലാത്തിലും ഉണ്ടാവും. പവറിനെ പറ്റിയിട്ടായിരിക്കും എല്ലാ സിനിമയിലും പൊളിറ്റിക്സ് ആയിട്ട് പറയുക. ആണുങ്ങൾ എന്ത് വില കൊടുത്തും പവർ ഉണ്ടാക്കണം എന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ സിനിമയിലെ ശരിക്കും പറഞ്ഞാൽ മെയിൻ കോർ ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഒരു ഷോട്ട് വെക്കുമ്പോൾ ആ ഒറ്റ ഷോട്ടിൽ തന്നെ ഒരു 15 മിനിറ്റും ആ സിനിമ പോയിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു ലോങ് ഷോട്ട് വെക്കും, അതൊരു സ്റ്റിൽ ഷോട്ടായിരിക്കും. അതിൽ തന്നെ എല്ലാ ഡയലോഗും ചിലപ്പോൾ പോയി എന്ന് വരും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ലോങ് ഷോട്ട് വെച്ചാൽ അത് ഡയറക്ടർക്ക് പണി അറിയില്ല എന്നേ പറയുള്ളൂ. പക്ഷെ അദ്ദേഹം ലോങ് ഷോട്ട് വെച്ചപ്പോൾ അത് ജീനിയസ് ആണ് എന്ന് പറയണം. പിന്നെ വേറെ ഒന്നുണ്ട്, സ്റ്റിൽ ഷോട്ട് കുറേ ലോങ് വെക്കുമ്പോൾ ഇമോഷണൽ ഡെപ്ത് കാണുന്നവർക്ക് നന്നായിട്ട് കിട്ടും. അങ്ങനെ ഒരു സൈക്കോളജിയാണ് അദ്ദേഹം അവിടെ യൂസ് ചെയ്യാറുള്ളത്. അത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിൽ കുറച്ച് കൂടുതലാണ്. തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഒന്നും സിമ്പിൾ ആയിരിക്കില്ല. നമ്മളിവിടെ പറയണ പോലെ ആൽഫ മെയിൽ, സിഗ്മ മെയിൽ ഇതെല്ലാം ഒറിജിനലായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ റോ ആയിട്ട് കാണിച്ചു തരും. ആ ക്യാരക്ടേഴ്സിന് കോൺഫ്ലിക്റ്റ് നല്ല കൂടുതലായിരിക്കും. നമ്മുടെ ഇവിടെ നായർ, മേനോൻ, വെർമ, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറയണ പോലെ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പൊളിറ്റിക്സ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൊളിറ്റിക്സ് മിക്ക സിനിമയിലും അദ്ദേഹത്തിന്റെ കാണാൻ കഴിയും. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിലും അതൊരു കുറവൊന്നുമല്ല.